പ്രേക്ഷകരെ ഇത് വേണിയുടെ അപേക്ഷ പക്ഷേ കേൾക്കാനാവാതെ തള്ളിക്കളഞ്ഞ ശങ്കർ. അതേ പ്രേക്ഷകരെ, നമ്മുടെ ഗൗരി കാലിൽ വീണ് താണക്കേണ് പറയുന്നുണ്ട്. ശങ്കർ ധ്രുവനെ വെറുതെ വിട്ടേക്ക്, അവൻ്റെ വഴിക്ക് വിട്ടേക്കൂ, ശങ്കർ അക്കാര്യത്തിൽ ഒന്നും ചെയ്യരുത്. അല്ല, നമ്മുടെ ഗൗരിക്ക് പേടി നമ്മുടെ ശങ്കർ ധ്രുവനെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ എന്താ പറയുക, ശങ്കർ അവസാനം ജയിലിൽ പോകേണ്ടി വന്നാൽ തൻ്റെ ജീവിതം പിന്നെ തീർന്നല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ഗൗരി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ കമലയ്ക്ക് മുഴു ഭ്രാന്തടങ്ങിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ശേഖരേട്ടൻ്റെ തലയിൽ വെള്ളം കോരി ഒഴിച്ച് നിന്നെ ഞാൻ അങ്ങനെ ചെയ്യോടാ, ഇങ്ങനെ ചെയ്യോടാ, കത്തിക്ക് കുത്തോടാ, നീ മര്യാദക്കിരുന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഭീഷണിയാട്ടോ. അവസാനം പ്രേക്ഷകർ നമ്മുടെ കണ്ണ് നിറയിക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. വേണിക്ക് ഇത് താങ്ങാനാകുമോ? അതേ പ്രേക്ഷകർ, ഇതറിയുമ്പോൾ നമ്മുടെ ആദർശിന് സഹിക്കാനാകുമോ? അതെ, നമ്മുടെ ആരതി വളരെയേറെ മാറിക്കഴിഞ്ഞു. നമ്മുടെ മിഥുൻ മാറ്റിയതാണോ ആരതിയെ? നമ്മുടെ വേണിയെ നോക്കാൻ ഒരു ഹോം നേഴ്സ് അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, സന്ധ്യ ചേച്ചി. ആ ഒരു ചേച്ചി ഇങ്ങനെ വേണിക്ക് വേണ്ടി എന്താ പറയുക, ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നന്ദിനിയമ്മയാണെങ്കിലും വേണിയുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ. ഇങ്ങനെ വേണിക്ക് വേണ്ടത് എന്താണോ അതൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരതി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ ഈ ഒരു സ്ത്രീ വന്നേ പിന്നെ എന്താ പറയുക, ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും തിന്നാൻ മര്യാദക്ക് സമയത്തിനൊന്നും കിട്ടുന്നില്ല. അമ്മയ്ക്കാണെങ്കിലും വേണിമോള് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു സ്വഭാവം മാറിപ്പോയിട്ടാണ് നമ്മുടെ ആരതിയുടെ. അപ്പോൾ ഇത് നമ്മുടെ വേണി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വേണിക്കിത് ഈ ഒരു ആരതിയുടെ ഒരു മാറ്റം സഹിക്കാനാവുന്നില്ല, താങ്ങാനാകുന്നില്ല. ഇതൊക്കെ നമ്മുടെ ആദർശ് കേട്ടാലുള്ള ഒരു അവസ്ഥ എന്തായി തീരും? അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ കഥ എങ്ങനെയൊക്കെ തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. നമ്മുടെ ആരതിയുടെ മാറ്റം ഇനി നമ്മുടെ വേണി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? അപ്പുറത്ത് നമ്മുടെ ഗൗരിയും ശങ്കറും കൂടി നമ്മുടെ ധ്രുവനെ എങ്ങനെ കൈകാര്യം ചെയ്യും? പിന്നെ നമ്മുടെ കമലയുടെ ആ ഒരു കാര്യത്തിൽ എങ്ങനെ അവർ തീരുമാനമെടുക്കും? ഇതൊക്കെയാണ് നമ്മുടെ ഗൗരി ശങ്കരത്തിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ. കുറഞ്ഞ വർഷം മൊബൈലിൽ ചാർജ് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ടേ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാവൂ.